മഞ്ചേശ്വരത്ത് കോൺഗ്രസ് SDPI ഡീൽ. മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ SDPI പിൻവലിക്കും. നീക്കം കോൺഗ്രസ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സ്ഥാനാർത്ഥിയെ നിർത്തിയത് പുനരാലോചിക്കുമെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് വേങ്ങരയിലെ LDF സ്ഥാനാർത്ഥി പിന്തുണ അഭ്യർത്ഥിച്ചുവെന്നും വെളിപ്പെടുത്തൽ. ശിവദാസ് കന്മനമാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ശിവദാസ്, മഞ്ചേശ്വരം എന്ന് പറയുന്നത് NDAയുടെ സാന്നിധ്യം, കെ സുരേന്ദ്രന്റെ സാന്നിധ്യം, സുരേന്ദ്രന്റെ വിജയം പ്രവചിക്കപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ്. വല്ലാത്ത പ്രതീക്ഷ NDAയ്ക്കുള്ള മണ്ഡലമാണ്. ഈ ഒരു നീക്കം മുന്നിൽ കണ്ട് അവിടുത്തെ പരാജയം മണത്തറിഞ്ഞുകൊണ്ടുള്ള ഒരു ഡീൽ തന്നെയല്ലേ ഈ കോൺഗ്രസ് SDPI ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും രാഗി, അത് തന്നെയാണ്. കാരണം നമുക്കറിയാം, മഞ്ചേശ്വരം മണ്ഡലം എന്ന് പറയുന്നത് അത് NDAയ്ക്ക് വലിയ സ്വാധീനമുള്ള സാധ്യതയുള്ള മണ്ഡലമാണ്. അവിടെ NDF അല്ലെങ്കിൽ SDPI സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. അവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ അടക്കം സംവാദങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തുടർച്ചയായി ഉണ്ടായിരുന്നു. വ്യാപകമായി തന്നെ SDPI അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇത്തരത്തിലുള്ള പല സംഘടനകളുടെയും ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷേ SDPI ഈ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ തയ്യാറായിരുന്നില്ല. അവർ ഈ സമ്മർദ്ദ തന്ത്രവുമായി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഡീൽ നടന്നിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഇപ്പോൾ SDPI സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നു, CPA ലത്തീഫ് അല്പസമയം മുൻപ് പറഞ്ഞിരിക്കുന്നു, ഈ സ്ഥാനാർത്ഥിയെ നിർത്തിയ കാര്യം പുനരാലോചിക്കുമെന്ന് കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. UDF അതിന്റെ നയത്തിൽ മാറ്റം വരുത്തണം, അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഈ സ്ഥാനാർത്ഥിയെ പിൻവലിക്കും എന്ന് CPA ലത്തീഫ് പറഞ്ഞിരിക്കുന്നു. അതായത് കൃത്യമായി തന്നെ UDFുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, അതും സ്ഥിരീകരിച്ചിട്ടുണ്ട്. UDFിന്റെ നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതാക്കൾ ഞങ്ങളെ വന്ന് കണ്ടിട്ടുണ്ട്. ഇക്കാര്യം സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നതിന് വേണ്ടി അവർ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് എന്തായാലും ഇനിയും സമയമുണ്ട്, ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ഇനിയും സമയമുണ്ട്, അത് പുനരാലോചിക്കും എന്നുള്ളത് കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് കൃത്യമായ ഒരു ഡീല് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. SDPI ഒരു ഭാഗത്തു നിന്നും സമ്മർദ്ദതന്ത്രമായി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, അപ്പുറത്ത് കോൺഗ്രസും അതോടൊപ്പം തന്നെ മറ്റ് മുസ്ലിം സംഘടനകളും ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നു. ഒടുവിൽ SDPI അതിന് വഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, മഞ്ചേശ്വരം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായ ഒരു മണ്ഡലം കൂടിയാണ്. 56% മുസ്ലിം സമുദായം ഉള്ള ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ ഇത്തരത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള മുസ്ലിം സംഘടനകൾ എല്ലാം ഒരുമിച്ചുകൊണ്ടായിരുന്നു NDA സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രനെ പരാജയപ്പെടുത്തുന്നതിനുള്ള ഒരു നീക്കം നടത്തിയിരുന്നതും അതിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. വളരെ ചെറിയ വോട്ടുകൾക്ക് മാത്രമാണ്, അതായത് 2016 വെറും 89 വോട്ടുകൾക്ക് മാത്രമാണ് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. ഇത്തരത്തിൽ ഇത്തവണ ഇവരുടെ SDPI സ്ഥാനാർത്ഥിയെ ഇവിടെ മത്സരിക്കാൻ നിർത്തിയതിലൂടെ ഇത്തരത്തിൽ മുസ്ലിം സംഘടനകളുടെ ഉള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇപ്പോൾ SDPI ഈ സ്ഥാനാർത്ഥിയെ, പ്രത്യേകിച്ച് SDPI സ്ഥാനാർത്ഥിയുടെ പേര് KM അഷറഫ് എന്നുള്ളതാണ്, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി AKM അഷറഫ് എന്നുള്ളതാണ്, പേര് അടക്കം സാമ്യം ഉണ്ട്. അത്തരത്തിൽ അതും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും അല്ലെങ്കിൽ ഈ മുസ്ലിം സംഘടനകൾക്കിടയിൽ ഒരു വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. കാരണം അപരൻ എന്ന രീതിയിലാണ് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത്. SDPI ഒരു അപരനെ നിർത്തി എന്ന രീതിയിലുള്ള ഒരു പ്രചാരണമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോൺഗ്രസും SDPIയും തമ്മിൽ ഡീൽ നടന്നിരിക്കുന്നു. കൃത്യമായി തന്നെ SDPIയുടെ സംസ്ഥാന നേതാക്കൾ തന്നെ അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്ന കാര്യം പുനരാലോചിക്കുന്നുണ്ട് എന്ന് കൃത്യമായി തന്നെ പറയുമ്പോൾ ഇവിടെ കോൺഗ്രസും SDPIയും അടക്കമുള്ള തീവ്രവാദ സംഘടനകളുമായി കൃത്യമായി തന്നെ ഡീൽ നടന്നിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്.